നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. ഇന്നലെ രാവിലെ 1:30 അമേരിക്കയിലെ ബാൾട്ടിമോറിലെ ഫ്രാൻസിസ് സ്കോട്ട് കീ ബ്രിഡ്ജ് എന്ന 2.5 കിലോമീറ്റർ നീളമുള്ള പാലത്തിൽ കണ്ടെയ്നർ കപ്പലിൽ വന്ന് ഇടിച്ച് തകർന്ന ഒരു സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞു കാണും. അപ്പം 2007 ശേഷമുള്ള നടന്ന ഏറ്റവും വലിയൊരു അപകടമായിട്ടാണ് അവരിപ്പോൾ അതിനെ കണക്കാക്കുന്നത്. 20-ലധികം ആളുകളും കുറേ വാഹനങ്ങളൊക്കെ ഈ ഒരു പാലം തകർന്ന സമയത്ത് വെള്ളത്തിലേക്ക് പതുക്കുകയും ഇപ്പോഴും രക്ഷാപ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 8 ഡിഗ്രി ടെമ്പറേച്ചറുള്ള ആ ഒരു കാലാവസ്ഥ ഒരു വെല്ലുവിളി തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന്. അപ്പം പവർ ലോസ് കാരണമാണ് ഈ ഒരു അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനത്തിൽ അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്താണ് പവർ ലോസ് എന്ന് നമുക്ക് നോക്കാം. കപ്പലിനെ മുന്നോട്ട് അല്ലെങ്കിൽ പുറകോട്ട് നീങ്ങാൻ സഹായിക്കുന്നത് കപ്പലിൻ്റെ മെയിൻ എഞ്ചിനാണ്. അപ്പം മെയിൻ എഞ്ചിൻ പ്രവർത്തിക്കുമ്പം അതിനോട് കണക്ട് ചെയ്തിരിക്കുന്ന പ്രൊപ്പല്ലർ കറങ്ങി അങ്ങനെയാണ് കപ്പൽ മുന്നോട്ടും അല്ലെങ്കിൽ പുറകോട്ട് പോകുന്നത്. അപ്പം മെയിൻ എഞ്ചിനെ സഹായിക്കാനായിട്ട് കുറേ സെപ്പറേറ്റ് സിസ്റ്റംസ് ഉണ്ട്. അതായത് എഞ്ചിനെ വെള്ളം കൊണ്ട് തണുപ്പിക്കാനുള്ള ജാക്കറ്റ് വാട്ടർ സിസ്റ്റം, അതുപോലെ ലൂബ്രിക്കേഷന് വേണ്ടിയുള്ള ലൂബ് ഓയിൽ സിസ്റ്റം, കപ്പലിന് എഞ്ചിന് ഇന്ധനം കൊടുക്കാനുള്ള ഫ്യൂൽ ഓയിൽ സിസ്റ്റം, ഫ്യൂൽ ഓയിൽ പമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെയൊക്കെ തന്നെ ഈ RPM കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുകയും അതുപോലെ പല ടൈമിങ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇലക്ട്രോണിക് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ കപ്പലിനെ ഒരു പ്രത്യേക ദിശയിൽ സ്റ്റിയറിംഗ് വെച്ചിട്ട് നിയന്ത്രിക്കാനായിട്ട് ഒരു സ്റ്റിയറിംഗ് ഗിയർ സിസ്റ്റം ഉണ്ട്, ഹൈഡ്രോളിക് മോട്ടറൊക്കെ. അപ്പോൾ അത് പ്രവർത്തിക്കാനും ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രമാത്രം ഇലക്ട്രിസിറ്റി കപ്പലിന് കൊടുക്കുന്നതിന് വേണ്ടി ഓക്സിലറി എൻജിൻസ് കൊടുത്തിട്ടുണ്ട്, അതായത് ജനറേറ്ററുകൾ. ഇപ്പോൾ കപ്പലിൻ്റെ സൈസ് അനുസരിച്ച് അതിൻ്റെ വലിപ്പം അനുസരിച്ചൊക്കെ ചില കപ്പലുകൾ 3 ജനറേറ്ററുകൾ കാണുള്ളൂ, ചില കപ്പലുകളിൽ 4 എണ്ണം കാണാം. ഇപ്പോൾ 750 കിലോ വാട്ട് മുതൽ 1500 കിലോ വാട്ട് വരെയുള്ള കപ്പാസിറ്റിയുള്ള ജനറേറ്ററുകളാണ് ഓരോ കപ്പലിലും അതിൻ്റെ സൈസ് അനുസരിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ ജനറേറ്ററുകളാണ് ആവശ്യമുള്ള പവർ കൊടുക്കുന്നതെന്ന്. അപ്പം ഈ ഓരോ ജനറേറ്ററുകളും പല സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോ ലൂബ് ഓയിൽ പ്രഷർ, അതുപോലെ ജാക്കറ്റ് വാട്ടർ, ഹൈ ടെമ്പറേച്ചർ, അങ്ങനെ കുറേ ടെക്നിക്കൽ ടേംസ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും അധികം കടക്കുന്നില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പം സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് ഇത് ട്രിപ്പായി പോകാറുണ്ട്. അപ്പോൾ ഒരു ജനറേറ്റർ ട്രിപ്പാവുക അല്ലെങ്കിൽ ഓഫായി പോവുക എന്ന് പറഞ്ഞാൽ പവർ നമ്മുടെ ഇതിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അപ്പം അങ്ങനെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ മറ്റൊരു ജനറേറ്റർ ഒരു 20 സെക്കൻഡിനുള്ളിലൊക്കെ അത് ലോഡ് എടുക്കുന്നതാണ്, തന്നെ സ്റ്റാർട്ടായിട്ട് ലോഡ് എടുക്കുന്നതാണ്. അപ്പോൾ അതാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അവരുടെ പവർ പോയ ഉടനെ തന്നെ ഒരു 20 സെക്കൻഡിനുള്ളിൽ തന്നെ വീണ്ടും പവർ വരുന്നുണ്ട്. എന്നാൽ വീണ്ടും പവർ ലോസ് സംഭവിക്കുന്നുണ്ട്, അതായത് ജനറേറ്റർ ഓഫായി പോകുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അവർക്ക് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ 3 അല്ലെങ്കിൽ 4 ജനറേറ്ററുകൾ വർക്കായില്ലെങ്കിൽ പോലും അത്യാവശ്യ നാവിഗേഷണൽ എക്യുപ്മെൻറ്റും അതുപോലെ സ്റ്റിയറിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെറിയൊരു കൊച്ചു ജനറേറ്റർ വേറെയും കൊടുത്തിട്ടുണ്ട്. അതിന് ഇമർജൻസി ജനറേറ്റർ എന്നാണ് പറയുന്നത്. അത് എഞ്ചിൻ റൂമിൻ്റെ പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം എഞ്ചിൻ ഓടിയില്ലെങ്കിലും ഉള്ള ആ സ്പീഡ് വെച്ചിട്ട് കപ്പലിനെ നിയന്ത്രിച്ച് വലിയൊരു അപകടത്തിൽ നിന്നൊക്കെ മാറാനാണ് ആ ഒരു ജനറേറ്റർ നമ്മളെ സഹായിക്കുന്നത്. അപ്പം ഈ ഒരു കപ്പൽ ആ പാലത്തിൻ്റെ അടുക്കലെത്തിയപ്പോഴാണ് പവർ പോയത്. അപ്പോൾ അവരുടെ കാലക്കേടിന് ഈ പവർ തിരിച്ച് വന്നപ്പോഴത്തേക്കും കപ്പലിനെ കറക്റ്റായിട്ട് വഴിമാറ്റി വിടാൻ സാധിച്ചില്ല. അങ്ങനെയാണ് വലിയൊരു ദുരിതത്തിലേക്ക് ആ ഒരു പാലമൊക്കെ തകരാൻ കാരണമായത്. കപ്പലിടിച്ച സമയത്ത് കപ്പലിൻ്റെ സ്പീഡ് വെറും 10 km/h ഉള്ളായിരുന്നു. എന്നിരുന്നാൽ പോലും ഇത്രയും വെയിറ്റുള്ള കപ്പലും അതിൻ്റെ ലോഡും ഒക്കെ കാരണം നല്ല മൊമെൻ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇടിയുടെ ഇമ്പാക്റ്റ് വളരെ ഗുരുതരമാണ്. ഇപ്പോൾ അമേരിക്കയിലെ ഓരോ പോർട്ടുകളിലൂടെ നമ്മൾ പോകുമ്പം പല പാലത്തിൻ്റെയൊക്കെ കീഴക്കൂടെ പോകേണ്ട സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പേടി സ്വപ്നമാണ് കപ്പലിലെ ജീവനക്കാർക്ക്, സ്പെഷ്യലി ചീഫ് ഓഫീസറിനും ക്യാപ്റ്റനൊക്കെ. കാരണം സാധാരണ അപകടങ്ങൾ സംഭവിക്കുന്നത് കപ്പൽ ആ പാലത്തിൻ്റെ അടിയിലൂടെ പോകുമ്പം പാലത്തിൻ്റെ സെൻറ്ററിലൊക്കെ ഇടിച്ചിട്ടാണ്, കപ്പലിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങൾ അവിടെയൊക്കെ ഇടിച്ചാണ് സാധാരണ അപകടങ്ങളൊക്കെ സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കപ്പൽ ആ ഒരു ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത് ആ സ്ഥലത്തെ പാലത്തിൻ്റെ അടിയിലുള്ള ക്ലിയറൻസ് എത്രമാത്രം ഗ്യാപ്പ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കപ്പലിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തെ ആ ഒരു പൊക്കം നമുക്കറിയാം. അതിൽ നിന്ന് നമ്മൾ മുങ്ങിയിരിക്കുന്ന ഭാഗം മൈനസ് ചെയ്യുമ്പം എത്രമാത്രം കപ്പലിൻ്റെ ഉയരമുണ്ട്, അതായത് വെള്ളത്തിൽ നിന്ന് മേലോട്ട് എത്രമാത്രം ഉയരമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാൻ സാധിക്കും. അപ്പം ആ ഒരു നമുക്ക് കുറച്ച് ക്ലിയറൻസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ എപ്പോഴും പാലത്തിൻ്റെ കീഴക്കൂടെ പോകുന്നത്. കാരണം അല്ലെങ്കിൽ ഈ പാലത്തിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. Yes sir, just passing sir. Forward is clear sir. ഇപ്പോൾ ഇടിച്ച ഈ ഒരു കപ്പലിൻ്റെ കമ്പനിയുടെ മറ്റൊരു കപ്പലിൽ
ഒരു 1.5 കൊല്ലം മുൻപ് ഞാൻ സെയിൽ ചെയ്തപ്പം എടുത്ത ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. അങ്ങനെ ഞാൻ ആ സമയത്ത് മുൻവശത്തായിരുന്നു. മുൻവശത്തെ ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ക്യാപ്റ്റനുമായിട്ട് പറഞ്ഞ് കൊടുക്കുന്നതാണ് ഈ നിങ്ങളിപ്പോൾ കേട്ടത്. ഇപ്പോൾ കപ്പലിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം ആ കപ്പൽ ഓടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജ് ഇരിക്കുന്ന ആ ഒരു സ്ഥലമായിരുന്നു. അതിന് മുകളിലോട്ടുള്ള മാസ്റ്റും അതിൻ്റെ റഡാറും അതുപോലെ തന്നെ ഒരു ആൻറ്റിന കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഉയർന്ന സ്ഥലം. അപ്പോൾ ചില കപ്പലിലൊക്കെ ഈ ഒരു റഡാറിൻ്റെയൊക്കെ സ്കാനറൊക്കെ താത്തി വെക്കാൻ പറ്റുന്ന അറേഞ്ച്മെൻ്റ് ഉണ്ട്. അങ്ങനത്തെ പാലങ്ങളുടെ അടിയിലൂടെ പോകുമ്പം കൂടുതൽ ക്ലിയറൻസ് അല്ലെങ്കിൽ ഗ്യാപ്പ് കിട്ടാനായിട്ട് നമുക്ക് ആ ഒരു സ്ട്രക്ചർ താത്താനുള്ള ഒരു 3-4 മീറ്ററൊക്കെ താത്താനുള്ള അറേഞ്ച്മെൻ്റ് ഉള്ള കപ്പലുകളുമുണ്ട്. അതുപോലെ നമ്മളിങ്ങനെ പല കണക്ക് കൂട്ടലുകളൊക്കെ പിഴയ്ക്കാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ചൊക്കെയാണ് ചെയ്യുന്നത്. എന്നാലും ഈ ഒരു പാലത്തിൻ്റെയൊക്കെ അടിയിൽ കൂടെ പോകുമ്പം നമ്മൾ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് തട്ടാതെ മുട്ടാതെ പോകാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ പല തരത്തിലുള്ള പല ഷേപ്പിലുള്ള പാലങ്ങളുണ്ട്. അപ്പം ചില സമയത്ത് നമ്മുടെ കപ്പലിനെ നമുക്ക് കുറേ താത്തി വേണം കൊണ്ടുപോകാൻ. അതായത് ചില സമയത്ത് നമ്മുടെ കപ്പൽ ഈ പാലത്തിൻ്റെ കീഴെ കൂടെ പോകുമ്പോഴത്തേക്കും ആ ഒരു ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കൂട്ടാനായിട്ട് ചില സമയത്തൊക്കെ നമ്മൾ ബലാസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ കടലിൽ നിന്നുള്ള വെള്ളം നമ്മൾ ടാങ്കുകളിൽ നിറച്ച് കപ്പലിനെ താത്തിയൊക്കെ പോയ പല സംഭവങ്ങളും എൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ നടന്ന സംഭവത്തിൽ ഈ ഒരു ക്ലിയറൻസിൻ്റെ പ്രശ്നമായിരുന്നില്ല. കപ്പലിൻ്റെ കൺട്രോൾ, അതായത് പവർ പോയി കൺട്രോൾ നഷ്ടപ്പെട്ട് അതിൻ്റെ തൂണിലിടിച്ചാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. എന്തായാലും വെള്ളത്തിൽ വീണവരൊക്കെ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.